ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കപ്പ് കേക്കിൻ്റെ ഡിസൈനും പിന്നെ ഒരു സ്പൈഡർമാൻ തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചോക്കോ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നതിൻ്റെ ഡീറ്റെയിൽ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് രണ്ട് ചോക്ലേറ്റ് ട്രഫിളായിട്ടാണ്. ചോക്കോ നട്ട്സ് പറയുമ്പോൾ ചോക്ലേറ്റ് ട്രഫിള് ഗനാഷും ഫില്ലിങ് നട്ട്സൊക്കെ കൊടുത്തിട്ടും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിങ്ങും കൊടുത്തിട്ട് അങ്ങനെ ലെയറാക്കിയിട്ട് 1.5 kg കേക്കാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തത്, ഈ ഒരു ബിൽഡിങ് പോലെ ഉള്ളത്. പ്രിൻറ്റിൻ്റെ അടിയിൽ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് ഇല്ലേ വൈറ്റ് അങ്ങനത്തത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. കാരണം ഈ കേക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം ആവണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ വെബ് ഇതുപോലെ ഗനാശ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ചുറ്റിനും ഇതേപോലെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ഈ റെഡ് കളർ കൊടുത്തത് ആദ്യം റെഡ് കളറിലുള്ള ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ന്യൂട്രൽ ജെല്ലിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ലിക്വിഡ് കളറാണ് ആക്കണത് വെച്ചാൽ വെള്ളം ചേർക്കണ്ട. ജെൽ കളറാണെങ്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ പതുക്കാക്കിയിട്ട് സ്പാച്ചില കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ബ്ലൂ കളറാണ് ആഡ് ചെയ്തത്. അപ്പോൾ ആ പ്രിൻ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പ് കേക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ റോസ് പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ ചെറിയ സൈസിലുള്ള നോസിലാണിത്. അപ്പോൾ ചുറ്റിനും ഇതേപോലെ ഒരു ഫ്ലവർ പോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം ചുറ്റിനും ഒരേപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെയർ അങ്ങനെ 3 ലെയർ ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് സ്പീഡിൽ കാണിക്കുന്നുണ്ടെന്നുള്ളൂ. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പതുക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ തിന്നായിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്താക്കിയിട്ടാണ് ചെയ്തെടുത്തത്. പിന്നെ ഇത് റെഡ് കളറ് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ കളർ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഓരോ ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിന്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ടോപ്പർ ഈ ഗോൾഡൻ കളർ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ടാവും. അത് നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ. എന്നാൽ നല്ലൊരു ക്ലിയറിൽ ഇത് കാണുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ അത് പറിച്ചെടുക്കാതെ കണ്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ഒരു പേപ്പർ പ്രിൻ്റ് വെച്ചിട്ടുള്ള ആ ഒരു വെബിൻ്റെ സൈഡിൽ സ്പൈഡർമാൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് വാസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. എൻ്റെ അനിയൻ്റെ മോനാണ് ഇട്ടത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ തീമൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മലപ്പുറം അരീക്കോട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കേക്കോ ഇങ്ങനെ ഡെസേർട്ടോ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.